രാഷ്ട്രീയപരമായി കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ആഘോഷിക്കാനെത്തിയവരാണ് എനിക്ക് ചുറ്റും. വാർഡുകളാണ് ആന്തൂർ നഗരസഭയിലുള്ളത്. നിലവിൽ 28 വാർഡുകളായിരുന്നു. ഒരു വാർഡ് വർദ്ധിച്ചുകൊണ്ട് 29 വാർഡുകളായിട്ട് മാറി. ഞങ്ങൾക്ക് നിസ്സംശയം പറയാൻ സാധിക്കും, ഈ ആന്തൂർ നഗരസഭയിലെ 29 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. അതാണ് ആന്തൂർ നഗരസഭയുടെ പാരമ്പര്യം. നേരത്തെ ആന്തൂർ പഞ്ചായത്തുള്ള സമയത്തും ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ എതിർക്കാൻ ഒരു ശക്തി ഉണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. 5 വർഷത്തെ ഭരണം അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു നഗരസഭയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആന്തൂർ. ആന്തൂർ നഗരസഭ രൂപം കൊണ്ട് 10 വർഷമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. നഗരസഭ രൂപം കൊണ്ട 2015 മുതൽ 20 വരെ ഒന്നാം ഭരണസമിതി PK ശ്യാമൾ ടീച്ചർ ചെയർമാനായിക്കൊണ്ടുള്ള ഭരണസമിതി. ആ ഭരണസമിതി ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു ഭരണസമിതി. കേരളത്തിലെ ഒരു ശരാശരി ഒരു നഗരസഭയുടെ തലത്തിലേക്ക് അതിനെ ഉയർത്താൻ ആ ഒരു ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ആ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് 2020 ഇന്നത്തെ ഭരണസമിതി അധികാരത്തിൽ വന്നത്. തീർച്ചയായിട്ടും വളരെ നേട്ടങ്ങൾ, സ്വരാജ് ട്രോഫി 2 വർഷം തുടർച്ചയായി നേടാൻ സാധിച്ചു. 10-11ഓളം സംസ്ഥാന തലത്തിലുള്ള അംഗീകാരങ്ങൾ നേടാൻ ഈ ഭരണസമിതി, ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള നേട്ടമാണ്. അത് കേവലം ഭരണസമിതിയുടെ നേട്ടം മാത്രമല്ല, ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും ഒരു നേട്ടം തന്നെയാണ്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൻ്റെയും വിളനിലമായ ആന്തൂർ അക്കാലം മുതൽ തന്നെ ഇടതുപക്ഷത്തിന് സ്വാധീന മേഖലയാണ്. പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇവിടുത്തെ ജനത ആ ഇടതുപക്ഷ ബോധം നെഞ്ചിലേറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രതിപക്ഷമില്ലാത്ത നഗരസഭയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷമില്ലാത്ത നഗരസഭ ആയിട്ടും മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകും. അതിനുള്ള അംഗീകാരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് പറയാനുള്ളത്. ആന്തൂർ പഞ്ചായത്ത് രൂപീകൃതമായത് മുതൽ പ്രതിപക്ഷമില്ലാത്ത നഗരസഭ എന്ന് പറയുമ്പോൾ ഇടതുപക്ഷ ബോധമുള്ള ജനങ്ങൾ സർവാത്മന ഈ ഭരണത്തെ പിന്തുണക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ കാലത്തും ഈ നിലയിലുള്ള വിജയവുമായിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ്. ഈ ആന്തൂർ നഗരസഭാ പ്രദേശമാകെ ഇടതുപക്ഷത്തിൻ്റെ ശക്തിദുർഗമായിട്ട് ഇനിയും തുടരും. അതിൻ്റെ വിളംബരമാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിസൾട്ടുകൾ. 1 മുതൽ 9 വരെയുള്ള വാർഡുകളിൽ വലിയ വിജയം നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 8-9 വാർഡുകളിൽ UDFും BJPയും ജയിക്കുമെന്ന് അവകാശപ്പെട്ട വാർഡുകളാണ്. പക്ഷേ ദയനീയമായിട്ട് അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് മുഴുവൻ വാർഡുകളിലും 29 വാർഡുകളിലും ഇടതുപക്ഷം വമ്പിച്ച വിജയം നേടുകയാണ്. വലിയ ശക്തിയായി ഇടതുപക്ഷം തുടരും. നിരവധി രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ ചരിത്രമുള്ള ആന്തൂരിൽ ജനവിധി വീണ്ടും LDFിനൊപ്പമാണ്. ഫലം പുറത്തു വന്നതോടെ ഇവിടെ ആഘോഷങ്ങളും തുടങ്ങിക്കഴിഞ്ഞു.
ഏറ്റവും കൂടുതൽ പാർട്ടി ഗ്രാമങ്ങളുള്ള പ്രദേശം കൂടിയാണിത്. പോളിംഗ് ബൂത്തുകളിൽ 90%, ചില ബൂത്തുകളിൽ 99% പോളിംഗ് പോയ ചരിത്രം ആന്തൂരിനുണ്ട്. സമ്മതിദാനാവകാശം വിനിയോഗിച്ച ആന്തൂരിലെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് ഹൃദയാഭിവാദനങ്ങൾ അറിയിക്കുന്നു. സൂര്യ തേജസ്സായി നിൽക്കുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആന്തൂർ മുനിസിപ്പാലിറ്റിക്കകത്തും ഈ കേരളത്തിനകത്തും ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. കാനൂൽ വാർഡിൽ നിന്ന് ആണ് ഞാൻ മത്സരിച്ചിട്ടുള്ളത്. വലിയ ഭൂരിപക്ഷത്തിൽ 510 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. 626 വോട്ട് പോൾ ചെയ്തതിൽ 510 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞു. ജനങ്ങളോട്, വോട്ടർമാരോട് ഒക്കെ തന്നെയുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തുടർ വികസന പ്രവർത്തനങ്ങൾ നടത്താനുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുണ്ട്. കേരളത്തിലാകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ തുടർച്ച ഈ ആന്തൂർ മുനിസിപ്പാലിറ്റിക്കകത്തും ഉണ്ടാകും. എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ആവശ്യമായ വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്താൻ വേണ്ടിയിട്ട് കഴിയും. അത് നടത്തുമെന്ന് ഉറപ്പ് നൽകുകയാണ്. ആന്തൂർ നഗരസഭയുടെ 3ാമത് ഭരണസമിതിയും ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷമില്ലാത്ത ഭരണസമിതിയായി നഗരസഭയിലെ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 2ാമത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച അംഗീകാരം നേടി മുമ്പോട്ട് പോയതാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇതേവരെ നമ്മളെയെല്ലാം നല്ല രീതിയിൽ പിന്തുണച്ച വോട്ടർമാരുടെയും ജനങ്ങളുടെയും പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായി മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാകണമെന്നുകൂടി ഈ അവസരത്തിൽ ചാനലിൽ കൂടി അഭ്യർത്ഥിക്കും. എല്ലാ മേഖലയിലും സമഗ്രമായ വികസനം വേണം. ടൂറിസം മേഖലയിൽ കൂടുതൽ ഇടപെടണം. അതുപോലെ തന്നെ നമ്മളിന്ന് ഏറ്റവും പ്രധാനമായി അഭിമുഖീകരിക്കുന്ന വിഷയമാണ് ശുചിത്വ മാലിന്യ മുക്ത മേഖല. അതിലും ഏറ്റവും കൂടുതൽ ഇടപെടൽ ആവശ്യമാണ്. ടൂറിസത്തിൽ കൂടി നമുക്ക് വരുമാനം കൂടി ഉണ്ടാക്കുന്നതിന് വേണ്ടി സാധിക്കും. പറശ്ശിനിക്കടവിനെ സംബന്ധിച്ചിടത്തോളം വടക്കേ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വരുമാനവും നമ്മുടെ നഗരസഭയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഇടപെടലുകൾ കൂടി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കും. തുടർച്ചയായ വികസനം വാഗ്ദാനം ചെയ്ത ഇടതുപക്ഷത്തിനൊപ്പമാണ് ഇത്തവണയും ആന്തൂരിലെ ജനങ്ങൾ. ധർമ്മശാലയിൽ നിന്നും കാവ്യ രാമചന്ദ്രൻ, കേരള ഓൺലൈൻ ന്യൂസ്.